ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നു. ട്രംപാണോ? നിന്റെ ഓരോ കളികളെ ഒന്ന് ട്രംപ് ആണെങ്കിൽ നമ്മൾ പേടിക്കണ്ടായിരുന്നു. ഹലോ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വിളിച്ചു നോക്കി, ഹലോ ഒന്ന് ചോദിച്ചു നോക്കി. ഹലോ സാർ. ആ ഹലോ, എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നു. ലാൽജി നമസ്കാരം. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അമ്പട കേമാ സണ്ണി കുട്ട. ഹാപ്പി വിഷു. അയ്യോ ഹാപ്പി വിഷു. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ഷാനലിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു. ലാലേട്ടൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. നമസ്കാരം ലാലേട്ട, നമുക്കിപ്പോൾ ഇവിടെ വിഷു പുലരിയാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാത്രിയാണ്. നാളെയാണോ അവിടെ പുലരി? അതെ അതെ. അല്ല, ഇവിടെ കഴിഞ്ഞു ആക്ച്വലി. ഞങ്ങളെ വിഷു ഒക്കെ കഴിഞ്ഞു. സദ്യ ഒക്കെ കഴിഞ്ഞു. ഒരു ദിവസം മാറിയാണ് ഇപ്രാവശ്യം വന്നത് അല്ലേ വിഷു നാട്ടില്? അതെ അതെ, സാധാരണ 14 ഇന്നിപ്പോ 15 വഴി എനിക്ക് കേരളത്തിലെ എല്ലാവർക്കും കേരളത്തിലെ മാത്രമല്ല എല്ലാ മലയാളികൾക്കും ഒരു വിഷു ആശംസ കൊടുക്കാൻ സാധിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അവിടെ ചാക്കോച്ചൻ ഉണ്ടെങ്കിൽ ചാക്കോച്ചൻ ഒരു വിഷു ആശംസ. ചാക്കോച്ചൻ റെക്കോർഡാണ്. എന്നിട്ട് ഒറ്റ കാര്യം കൂടി, ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. അതായത് ഉത്തമ മനസ്സിലായി. അങ്ങനെ നമ്മൾ അതിലൊരു പ്രത്യേക പ്രതീക്ഷ. നല്ല സിനിമകളായിരിക്കും, എന്തായാലും മോശം സിനിമകളാവില്ല. ഞാൻ പോകുന്നു. ബൈ.